ഹായ്, എൻ്റെ പേര് ശിവാനി എന്നാണ്. എൻ്റെ വീട് റാന്നിയിലാണ്. ഞാനിപ്പോൾ B2 കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം വെറുതെ വെറുതെ ഇരിക്കുമ്പം ഞാൻ എന്താണെങ്കിലും ഇത്രയും പഠിച്ചു. അപ്പോൾ പിന്നെ ഒരാളെയും കൂടെ പഠിപ്പിക്കാം എന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ കയറിയിരിക്കുന്നത്. ഞാൻ A1 തൊട്ട് B2 വരെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ്സസ് വെക്കുന്നത്. കാരണം അറിയാലോ, എല്ലാവർക്കും ഒരു ടൈം വില്ലിങ് ആകണമെന്നില്ല. ഇപ്പം ജോലിക്ക് പോകുന്നവർ കാണും, സ്റ്റുഡൻസ് കാണും. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ ക്ലാസ് വെക്കാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാൻ വില്ലിങ് ആണ്. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ജർമ്മൻ ലാംഗ്വേജ് കുറച്ച് ടഫാണെന്ന്. പക്ഷേ അങ്ങനെയില്ല. നമ്മളത് പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും. അത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെയൊക്കെ സിമ്പിളായിട്ട് പഠിക്കാനും പറയാനും ഒക്കെ പറ്റും. അതിനൊക്കെ ഓരോ ഈസി വേ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഇംഗ്ലീഷ് പോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിലും ആൽഫബറ്റ്സ് 26 ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ ഡിഫറൻ്റ് എന്ന് പറയാൻ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറൻ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലും ഗ്രാമർ, വൊക്കാബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാനും ഓർത്തിരിക്കാനും ഒക്കെ ഓരോ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പിന്നീടും നമ്മൾ ആ ട്രിക്ക് വെച്ച് തന്നെ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും. പിന്നെ നമുക്ക് വീക്ക്ലി എക്സാംസ് കാണും. വീക്ക്ലി എക്സാംസ് അതുവഴി നിങ്ങൾ എത്ര മനസ്സിലാക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാത്തതെന്നൊക്കെ മനസ്സിലാക്കി എനിക്കതനുസരിച്ച് നിങ്ങളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും കിട്ടാത്ത ടോപ്പിക്സ് പറഞ്ഞു തരാനും ഒക്കെ പറ്റും. പിന്നെ നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്നോട് പറയാം. നമ്മൾ ടീച്ചർ സ്റ്റുഡൻറ്റ് എന്ന രീതിയിലല്ല, നമുക്ക് ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം പറയണമെങ്കിലും അതെന്നോട് പറയാം. എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കൊരു റിയൽ ലൈഫ് ഉണ്ട്. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് ജർമ്മനിയിൽ പോയി പിന്നെ നമുക്ക് അങ്ങോട്ട് അവിടെ പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കരുത്. അത് റിയൽ ലൈഫ് ഫുൾ നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണെന്നൊരു ഇത് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നല്ല രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഇപ്പം നമുക്കിത് 4 മൊഡ്യൂൾസ് ആണ്. ലെസൺ, ഹ്യൂറൻ, ഷ്രൈബൻ, സ്പ്രെഹൻ. അപ്പോൾ ഈ 4 മൊഡ്യൂൾസിലും 100ൽ 60% എബോവ് മാർക്ക് വേണം നമുക്ക് പാസ്സാവാൻ. അപ്പം നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈസിയായിട്ട് പാസ്സാകാം. അപ്പം നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞാൻ കൂടെ കാണും. എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഞാൻ തരുന്നതാണ്. അപ്പം നമുക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാനും നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.